ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പാട മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കപ്പാട എടുത്ത് കുരുവൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പം അരിഞ്ഞ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ടിട്ട് മെഴുക്ക് വരട്ടാം. ഇത് ഞാൻ നടുവേ ഒന്ന് മുറിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചിലർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കും കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിലേക്ക് വയ്ക്കാം. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുക കേട്ടോ, അതാണ് കൂടുതൽ രുചി വരിക. അപ്പം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കുറച്ചൊരു വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, ഒരു പിടി കൊച്ചുള്ളി എടുക്കാം. വേറെ സവാളയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഒരു പിടി കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ചക്കക്കാലം കഴിയുന്നതിന് ഇപ്പുറം തന്നെ ഒന്ന് മെഴുക്ക് വരട്ടി നോക്കിക്കോളൂ കേട്ടോ, നല്ല സ്വാദുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും നമ്മുടെ വറ്റൽമുളകും എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് കടുക് പൊട്ടിച്ചിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ, മുളക് പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായ കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചല്ല വേവിക്കുന്നത്. ഈ എണ്ണയിലിരുന്ന് മൂടി വെച്ച് അതിൻ്റെ ആവിയിലെണ്ണാണ് ഇട്ടത് വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പാടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഈ മുഴുപ്പിൽ വേണ്ടാത്തവർക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മുഴുവനായിട്ടിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കണ്ടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ചക്കയുടെ എല്ലാ പാർട്സും നമുക്ക് ആഹാരത്തിന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കരിന്നുണ്ടി ചെത്തിക്കളഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂഞ്ഞാണെങ്കിലും ആ കരിന്നുണ്ടി ചെത്തിക്കളയുന്ന ആ ഭാഗമാണെങ്കിലും ഇതുപോലെ പാടയും ചക്കച്ചോളയും ചക്കക്കുരുവും എല്ലാം നമ്മൾ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. കൂഞ്ഞു തോരനൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. വറുത്തരച്ച് വേണമെങ്കിൽ ചാറ് വയ്ക്കാം, അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തോരൻ വെച്ചെടുക്കാം. കാബേജ് തോരനൊക്കെ വെക്കുന്ന പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് എടുത്ത് ഇളകി കൊടുക്കുക കേട്ടോ. അല്ല ചുവട്ടിലൊക്കെ ചിലപ്പോൾ പിടിക്കും, നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഒരുപാട് വേവൊന്നുമില്ല, 10 മിനിറ്റിനുള്ളിൽ നമുക്ക് സംഗതി വെന്ത് റെഡിയായി കിട്ടിക്കോളും. ഇത് വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം മസ്റ്റായിട്ടും ഈ ചക്കക്കാലം കഴിയുന്നതിൻ്റെ ഇപ്പുറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എല്ലാവരും. ഈ ചക്കപ്പാട നമുക്ക് ചക്ക വറുത്ത് കോരുന്ന പോലെ തന്നെ വറുത്തെടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. അതും അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഒത്തിരി ദിവസമൊന്നും വെക്കാൻ കൊള്ളത്തില്ല എന്നേ ഉള്ളൂ, തണുത്തു പോകും. ഈ ചക്കപ്പാട നമുക്ക് ചക്ക വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ, അതും അടിപൊളിയാണ്. അപ്പം എന്തായാലും ചക്കക്കാലം പോകുന്നതിൻ്റെ ഇപ്പുറം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കമെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടുകൂടി വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.